നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന നവംബർ മാസം 10-ാം തീയതി മുതൽ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ സ്വന്തമാക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. എല്ലാ കടഭാരങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ച നേടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. എന്തൊക്കെയാണോ ഇവരെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അതിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും ഇവർക്ക് അനുഗ്രഹം ലഭ്യമാകുവാനായിട്ട് പോവുകയാണ്. കാര്യതടസ്സങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമായ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് ജീവിത ലക്ഷ്യത്തിലേക്ക് ഇവർക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള 9 നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിലൊന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ചതയം നക്ഷത്ര ജാതകരാണ്. ചതയം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള അഭിവൃദ്ധിയാണ് നേരിടുവാനായിട്ട് പോകുന്നത്. കഷ്ടാനുഭവങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മറികടന്ന് ഈ നക്ഷത്ര ജാതകർ ഉയർച്ചയിലെത്തുക തന്നെ ചെയ്യും. രണ്ടാമത്തെ നക്ഷത്ര ജാതകർ മൂലം നക്ഷത്ര ജാതകരാണ്. വരുന്ന നവംബർ 10-ാം തീയതി മുതൽ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ കടന്നു വരുന്ന ഒരു നക്ഷത്ര ജാതകരാകുന്നു ഈ മൂലം നക്ഷത്ര ജാതകർ. മൂന്നാമത്തെ നക്ഷത്ര ജാതകർ തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കും വളരെയധികം സൗഭാഗ്യവും ജീവിതാനുഗ്രഹങ്ങളും ഒക്കെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭാഗ്യം എപ്പോഴും നിങ്ങളെ തുണയ്ക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട. 4, 5, 6 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് പുണർദവും പൂയവും ആയില്യവും നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ടാകും. ജീവിതത്തിൽ പലവിധമായ അനുഗ്രഹങ്ങളുണ്ടാകും. എല്ലാ തടസ്സങ്ങളിൽ നിന്നുമുള്ളൊരു മോചനം ഇവർക്ക് സാധ്യമാകും. പ്രധാനമായിട്ടും ഇവരെ അലട്ടുന്ന കടഭാരങ്ങൾ, മാനസികമായുള്ള സംഘർഷങ്ങൾ, ദുഃഖദുരിതങ്ങൾ, വേദനകൾ, ഇതിലെല്ലാത്തിലും പരിപൂർണ ആശ്വാസം ഇവർക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. 7, 8, 9 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് ഉത്രം, അനിഴം, അവിട്ടം എന്നീ നക്ഷത്ര ജാതകരാണ്. തീർച്ചയായിട്ടും ഇവർക്കും ഭാഗ്യാനുഭവം ഏറെയാണ്. ജീവിതത്തിലെ എല്ലാതര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവർക്ക് മറികടക്കുവാനായിട്ട് കഴിയും. അത്രത്തോളം സൗഭാഗ്യം ഇവരുടെ ജീവിതത്തിലുണ്ടാകും. ഇനി പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങളാണ്. ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. വളരെയധികം സൗഭാഗ്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 9 നക്ഷത്ര ജാതകരുടെ ഫലം. ഈശ്വരാനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.